ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ കുറച്ച് കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും കൂടെ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഇന്ന് പറയാൻ പോകുന്നതെന്നുള്ളത്. വേറൊന്നുമല്ല, ഇന്നലെ ന്യൂ ഇയർ ആയിട്ട് എനിക്കുണ്ടായ കുഞ്ഞൊരു വിഷമവും വലിയൊരു സന്തോഷവുമാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം എനിക്ക് അതൊന്ന് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോഴൊക്കെ ഒരുപാട് വിഷമം വന്ന് ഇങ്ങനെ ഭയങ്കര ഡെസ്പായി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും കഴിഞ്ഞു, ഇതോടെ തീർന്നു എന്നൊക്കെ വിചാരിച്ച്, മീൻസ് എന്തിനാ ദൈവമേ ഇങ്ങനൊരു വിഷമം എനിക്ക് തന്നേന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടാവുമല്ലേ. ഞാനൊക്കെ അങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പോൾ ദൈവം അതിന് വേണ്ടിയിട്ട് ആ ഒരു വിഷമം എന്താ പറയുക മാറ്റി തരാൻ വേണ്ടി എന്തെങ്കിലും ഒരു സന്തോഷം അവിടെ കയ്യിൽ കരുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇന്നലത്തെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് കേട്ടോ. അപ്പം ഈ ഒരു സന്തോഷം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും നിങ്ങൾ വിചാരിക്കും ഇതൊക്കെയാണോ വലിയ കാര്യം എന്നുള്ളത് തോന്നുമായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് വലിയ കാര്യമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രം. പിന്നെ എൻ്റെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടെ എനിക്ക് പെട്ടെന്ന് വിഷമം വരും. അതുപോലെ ചെറിയ കാര്യങ്ങളിൽ തന്നെ എനിക്ക് പെട്ടെന്ന് സന്തോഷവും വരും. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. മേ ബി ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ വലിയ സംഭവമാണോ എന്ന് തോന്നുന്നതൊക്കെ എനിക്ക് ഭയങ്കര സംഭവമായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടും കൂടെ ആയിരിക്കാം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് ആദ്യം ദുഃഖം എന്താണ്ടായത് എന്നുള്ളത് പറയാം. അതിനുശേഷം നമുക്ക് സന്തോഷത്തിലോട്ട് പോകാം, അതല്ലേ ബെറ്റർ. ദുഃഖം വേറൊന്നുമല്ല, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 1-ാം തീയതി ആയിട്ട് തന്നെ കിട്ടിയ മുട്ടൻ പണികൾ, അല്ലെങ്കിൽ പനികൾ എന്ന് വേണമെങ്കിൽ പറയാം. പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ പനി പിടിച്ചല്ല കേട്ടോ, മിനിഞ്ഞാന്ന് തൊട്ട് തുടങ്ങിയ പനിയാണ്. അപ്പോൾ മാറുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ മാറിയില്ല. സാധാരണ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പനി എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞു വെച്ചാൽ പെട്ടെന്ന് തന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാറുണ്ട്. പക്ഷെ ഇന്നലെ അങ്ങനെ പോയില്ല. മേ ബി പ്രായമൊക്കെ ആയി വരുന്നതുകൊണ്ടായിരിക്കാം എന്തോ. പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല. ശിവുനും വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെവലായിരിക്കില്ലല്ലോ. അവന് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ പുലർച്ചെ നല്ലോണം പനി അധികമായിട്ട് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. 4-4:30 സമയത്ത് പുലർച്ചെ. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് കുറേ പ്രാവശ്യം പറഞ്ഞു ഇന്നലെ 1-ാം തീയതി ആയിട്ട് പോകണ്ട, ഇന്നെങ്ങാനും ഞാൻ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നേട്ടൻ പറഞ്ഞു 1-ാം തീയതി 10-ാം തീയതി ഒക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ആരോഗ്യം പോവും, നീ ഏത് യുഗത്തിലാണ് ജീവിക്കണേന്നൊക്കെ പറഞ്ഞു കുറേ ചീത്ത പറഞ്ഞു കേട്ടോ. എന്നിട്ടാണ് പിടിച്ച് വലിച്ച് കൊണ്ടുപോയത്. ഞാൻ വീണ്ടും വേണ്ട പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ 1-ാം തീയതി ആയിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഞാൻ വിചാരിക്കാറ് ആ വർഷം മൊത്തം നല്ല കാര്യങ്ങളായിരിക്കും എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കാറ്. അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഭൂരിഭാഗം പേരും വിചാരിക്കേണ്ടാവും. 1-ാം തീയതി ആയിട്ട് 1-ാം തീയതി ആയിട്ട് അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ 1-ാം തീയതി ആയിട്ട് ഇങ്ങനെ ഉണ്ടായില്ലോ എന്നൊക്കെ പറയാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനും മനസ്സിൽ വിചാരിച്ചത്. 1-ാം തീയതി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ അസുഖം പിടിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇന്നലെ ഫുള്ള് ശോകം വൈബായിരുന്നു. രാവിലെയൊക്കെ തീരെ വയ്യായിരുന്നു. വന്നിട്ട് മരുന്നൊക്കെ കഴിച്ചു. ഇതിപ്പോൾ ഇന്നത്തേക്കും കൂടെ മരുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ 2 ദിവസം കഴിച്ചിട്ട് മാറിയിട്ടില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പോൾ വലിയ കുഴപ്പമില്ല, കുറച്ചൊന്ന് കുറഞ്ഞു. ആ ഒരു കുറഞ്ഞ ബലത്തിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാതിരിക്കുന്നത്. പിന്നെ സൗണ്ടൊക്കെ ഒന്ന് ശരിയായി വരണുള്ളൂ. തൊണ്ടയാണെങ്കിൽ ഭയങ്കര കരകരപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇത്തിരി കോൾഡിൻ്റെ പ്രശ്നം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ 1-ാം തീയതി ആയിട്ട് തന്നെ എനിക്കിങ്ങനെ സംഭവിച്ചത് ആലോചിച്ചിട്ടുള്ള വിഷമമായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത്. പിന്നെ വയ്യാത്ത വിഷമം വേറെ. പനി ആയതുകൊണ്ട് തന്നെ കുളിച്ച് അമ്പലത്തിൽ പോകാനൊന്നും പറ്റില്ലല്ലോ. സാധാരണ എല്ലാ വർഷവും അറ്റ്ലീസ്റ്റ് 1-ാം തീയതിയെങ്കിലും എന്നും കുളിച്ച് അമ്പലത്തിൽ പോകാറൊക്കെ ശ്രമിക്കാറുണ്ട്, പോയിട്ടുമുണ്ട്. ഞാൻ ഇത്രയും വർഷത്തിനിടയ്ക്ക് എനിക്കിങ്ങനെ ഒരു വർഷവും സംഭവിച്ചിട്ടില്ല. എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാറും കാര്യങ്ങളൊക്കെ. ഇന്നലെ പക്ഷേ ഇങ്ങനെ ആയപ്പോൾ ഭയങ്കരമായിട്ട് ഡെസ്പായിപ്പോയി, ഭയങ്കരമായിട്ട് വിഷമമായി. വയ്യാത്ത അവസ്ഥ. പിന്നെ ഞാൻ പോകാതെ തന്നെ ശിവൻ രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ല, ശിവനെയും കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വൈകുന്നേരം അമ്മ ശിവനെയും അമ്പലത്തിൽ കൊണ്ടുപോയി കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്ത് അടുത്തൊരു അമ്പലമുണ്ട്, അവിടെ ഇറങ്ങി തൊഴുകയൊക്കെ ചെയ്തായിരുന്നു. ഉള്ളിൽ കയറിയില്ല, ജസ്റ്റ് പുറത്തുനിന്ന് തൊഴുതു. പുറത്തുനിന്ന് ദേവീനെ നന്നായിട്ട് കാണാമായിരുന്നു. അപ്പോൾ തൊഴുതു പ്രാർത്ഥിച്ചു, ദൈവമേ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ അങ്ങനെ വീട്ടിലോട്ട് വന്നു. പനി മാറും വരും അങ്ങനെയായിരുന്നു. മറ്റേ മരുന്ന് കഴിക്കുമ്പോൾ പോവും, അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് മാറുന്നില്ല.
പിന്നെ നമ്മുടെ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു രീതി ചുക്ക് കാപ്പിയൊക്കെ വെച്ച് കുടിച്ചു. ഇതിപ്പോൾ ഇന്നും ചുക്ക് കാപ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ചു. ഇപ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷെ ഇന്നലെ ഫുള്ള് പനി തന്നെയായിരുന്നു. ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ടത് തന്നെ ന്യൂ ഇയറിൻ്റെ വീഡിയോ ന്യൂ ഇയർ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വയ്യെങ്കിൽ കൂടെ ജസ്റ്റ് വേഗം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഉണ്ടായ ഏറ്റവും വലിയ വിഷമം. അപ്പം അങ്ങനെ ഒരു ഏകദേശം ഒരു 10 മണി വരെ ഈ ഒരു വിഷമത്തിലായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ഒരു 10 മണിക്ക് ശേഷമാണ് മൊത്തത്തിൽ ആ ഒരു വിഷമം മാറി സന്തോഷത്തിലേക്ക് കടന്നത് കേട്ടോ. സന്തോഷത്തിലേക്ക് കടന്നത് എന്ന് പറയുമ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് വിചാരിക്കുമായിരിക്കും. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമായിട്ട് മാത്രമാണ് കേട്ടോ. നമ്മുടെ ഒരു വീഡിയോ 1 മില്യൺ വ്യൂസ് കടന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലല്ല, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ. അത് ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നതാ. യൂട്യൂബിൽ പക്ഷെ അത്ര വ്യൂസ് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു 6,500 എത്രയായിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത സമയത്ത്, അതായത് ഇൻസ്റ്റഗ്രാമിൽ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫേസ്ബുക്കിൽ അപ്ലോഡ് ആവാറുണ്ട്. പക്ഷെ ഞാൻ ഫേസ്ബുക്കിൽ അങ്ങനെ റെഗുലറായിട്ട് ചെക്ക് ചെയ്യാറൊന്നുമില്ല, എത്ര വ്യൂ ആയി എന്നൊന്നും ചെക്ക് ചെയ്യാറില്ല. ഞാൻ പിന്നെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും മാത്രമാണ് വ്യൂസ് അങ്ങനെ നോക്കിയിരിക്കാറുള്ളൂ. ഫേസ്ബുക്കിൽ ഒന്നും ഞാൻ ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കുറേ ഫോളോ റിക്വസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ റിക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത്, ആരെപ്പോൾ ഇവിടെ പടക്കം പൊട്ടിച്ചെന്നുള്ളൊരു ലെവലായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഏത് വീഡിയോ, സാധാരണ വീഡിയോ ഏതെങ്കിലും കയറി പോകുമ്പോഴാണല്ലോ നമുക്ക് അങ്ങനെ സംഭവിക്കാറ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ അങ്ങനെയാണ് ഉണ്ടായത്. ഇൻസ്റ്റഗ്രാമിലും ഈ പറയുന്ന സെയിം വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. ഏട്ടനും ഏടിത്തിയമ്മയൊക്കെ കൂടെ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമായിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും, കുറേ മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഇങ്ങനെ തട്ടിക്കൂട്ട് ആയിട്ട് ചെയ്തതാണ് കേട്ടോ. ഒരു ഫണ്ണായിട്ട് അങ്ങനെ ചെയ്തു മാത്രം. ഞാൻ ആ വീഡിയോ എവിടെയോ എപ്പോഴോ കണ്ടൊരു വീഡിയോ ഒന്ന് റീക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രം. അതിലാ ഒരു മൊത്തത്തിലുള്ള ഒരു ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണ്. ഞാൻ ഇട്ട ഡ്രസ്സ് തന്നെ ഒരു ഷോൾ എടുത്ത് സാരി മാതിരി ആക്കി, അങ്ങനെയൊക്കെയാണ് അതിൽ ഡ്രസ്സിങ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വെറുതെ ഞങ്ങളെല്ലാവരും വീട്ടിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നാൽ നമുക്കൊരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവരും ആദ്യം പറഞ്ഞു അയ്യോ ഞങ്ങളൊന്നും ഇല്ല എന്നുള്ള ലെവലിൽ പറഞ്ഞു കേട്ടോ. ഏട്ടൻ അപ്പോഴേ പറഞ്ഞു ഞാനൊന്നും വരുന്നില്ല, ഞാൻ വന്നു കഴിഞ്ഞു വെച്ചാൽ ഈ വീഡിയോ ചിലപ്പോൾ 1 മില്യൺ ഒക്കെ കിടക്കുന്നൊക്കെ വെറുതെ പറഞ്ഞതാ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എങ്ങാനും 1 മില്യൺ കിടക്കുകയാണെങ്കിൽ ഞാനതങ്ങ് സഹിച്ചു ഏട്ടാ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ച് കൊടുത്താ കേട്ടോ. പക്ഷേ ഏട്ടൻ്റെ നാക്ക് എന്തോ പൊന്നായിപ്പോയി. അപ്പോൾ ഏട്ടനാ പറഞ്ഞ്, ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് മേബി അവരുടെ ഐശ്വര്യം കൊണ്ടായിരിക്കാം അത് ആ വീഡിയോ 1 മില്യൺ കടന്നത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല 1 മില്യൺ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ അയ്യോ ഇത് എങ്ങനെ സംഭവിക്കണം ഇതൊക്കെ ബാക്കിയുള്ളവരുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടല്ലോ നമുക്കൊക്കെ ഇങ്ങനെ 1 മില്യൺ ഒക്കെ വ്യൂസാണ്, എന്നാലും വ്യൂസൊക്കെ ഇങ്ങനെ കിട്ടുമോ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ അവസാനം അത് സംഭവിച്ചു. അതാണ് ഞാൻ പറയണത്. ഫേസ്ബുക്കിൽ അങ്ങനെ 1 മില്യൺ കടന്നപ്പോൾ ഇന്നലെ പെട്ടെന്ന് അങ്ങോട്ട് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ തലയ്ക്കിങ്ങനെ ഒരു അടി കിട്ടിയ മാതിരി ആയിരുന്നു. ഭയങ്കര ഷോക്കായി പോയി. 1 മില്യണോ എനിക്കോ എന്നുള്ള മാതിരി തോന്നില്ലേ, ആ ഒരു ലെവലായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ ഒരുപാട് അപാകതകളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ എന്തുകൊണ്ടോ എന്തോ അത് കയറിപ്പോയി. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും നേരം പനിച്ച് വിറച്ച് അല്ലെങ്കിൽ വിഷമിച്ച് ഇങ്ങനെ നമുക്ക് നെഗറ്റീവ് ഇത് വരുമ്പോൾ തന്നെ നമുക്ക് തീരെ വയ്യാതെ ആകുമല്ലോ, അങ്ങനെയല്ലേ. നമുക്ക് ഫുള്ള് ഇപ്പോൾ കുറച്ച് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ മൊത്തത്തിൽ നെഗറ്റീവ് നമ്മളങ്ങനെ അട്രാക്ഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയില്ലേ, നെഗറ്റിവിറ്റി അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കില്ലേ. അപ്പോൾ ആ ഒരു ലെവലിലായിരുന്നു. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഭയങ്കര പോസിറ്റീവായി പോയി. അങ്ങനെ ചാടി എണീറ്റ് എൻ്റെ പനിയൊക്കെ പമ്പ കിടന്നു എന്ന് പറയില്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ആ വീഡിയോയിൽ ഒരുപാട് അപാകതകളുണ്ട്, തട്ടിക്കൂട്ട് ചെയ്ത വീഡിയോ ആണെന്നും കൂടെ. പക്ഷേ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എഡിറ്റ് ചെയ്യാനാണെങ്കിലും അതുപോലെ ഡബ് ചെയ്തത് 3 പേർക്കും ഡബ് ചെയ്തത് ഞാൻ തന്നെയാണ്. അതിൻ്റെ അപാകതകളൊക്കെ ഉണ്ട് കേട്ടോ. എഴുത്തിയമ്മയ്ക്ക് ഡബ് ചെയ്തതൊക്കെ മീൻസ് സൗണ്ട് മാറ്റി കൊടുക്കണ്ടേ, അവർ ചെന്നൈയിലാണ്, അവർ പിന്നെ തിരിച്ചു പോയില്ല. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ പക്ഷെ അമ്മേനെ കൊണ്ട് എങ്ങനെ ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നു. ആ സമയത്ത് ആ ബോധമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തട്ടിക്കൂട്ടി അങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്ന് മാത്രം. ഇത് എവിടെയെങ്കിലും എത്തുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് കുറേ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യില്ല കേട്ടോ. നമുക്കൊരു വീഡിയോ ഇടുമ്പോൾ നെഗറ്റീവ്സും വരും പോസിറ്റീവ്സും വരും. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളത് ക്ലിയർ ചെയ്യും, അത്ര തന്നെ. ഞാൻ എപ്പോഴും പറയാറുണ്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇടണം എന്നുള്ളത്. ആ ഒരു രീതിയിൽ തന്നെയാണ്, പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ എല്ലാം എടുക്കാറുള്ളൂ. അപ്പം അതാണ് എൻ്റെ ഇന്നലെ ഉണ്ടായ ഏറ്റവും വലിയ സന്തോഷം. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് വിഷമമായിട്ടിരിക്കുമ്പോഴും നമ്മളെപ്പോഴും വിചാരിക്കേണ്ടത്
നമ്മളൊരു വിഷമത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സന്തോഷം എവിടെയെങ്കിലുമൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. എനിക്കറിയില്ല ഈ ഒരു 1 മില്യൺ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ കാര്യങ്ങളൊന്നും, എനിക്ക് ഫേസ്ബുക്കിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തോ അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിലും വൈറലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 500K ഒക്കെ അത് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ ആ ഒരു വീഡിയോയ്ക്ക് നല്ല രാശി ഉണ്ടായിരുന്നു. മേ ബി അവരുടെ മീൻസ് അവരുടെ അനുഗ്രഹമല്ല, സോറി, അവരുടെ ഐശ്വര്യം കൊണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക. എന്താണെങ്കിലും എന്നെ സംബന്ധിച്ച് അതൊരു വളരെ വലിയ സന്തോഷമായിരുന്നു. ഇന്നലെ 1-ാം തീയതി ആയിട്ട് തന്നെ അത്രയും വലിയൊരു സന്തോഷം. വേറെ എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടല്ല, നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ എന്തെങ്കിലുമൊക്കെ ആവണുണ്ട് എന്നുള്ള ഒരു ലെവലില്, ആ ഒരു രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയും നെഗറ്റീവായിരുന്നു, പെട്ടെന്നൊരു പോസിറ്റിവിറ്റി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു മെസ്സേജും കൂടെ പറയാം, അതായത് നമുക്ക് ലൈഫിൽ എന്ത് വിഷമം വരുമ്പോഴും അതിൻ്റെ ബാക്കിൽ ഒരു പോസിറ്റീവും കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരു വിഷമം കഴിഞ്ഞാൽ ഒരു സന്തോഷം വരാനിരിക്കുന്നുണ്ടാവും. അപ്പോൾ വിഷമം വരുമ്പോൾ നമ്മൾ നന്നായിട്ട് ഡെസ്പായി പോവാതിരിക്കുക. എന്നെപ്പോലെ നമ്മൾ സന്തോഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും സന്തോഷിക്കാൻ കഴിയുക, അതാണ് വലിയ കാര്യം. അല്ലാതെ നമ്മൾ വലിയ ഇതൊന്നുമില്ല, ഇനി വലിയ സന്തോഷം നമുക്ക് കിട്ടണം എന്നൊന്നും വിചാരിച്ചിരിക്കുകയല്ല. നിസ്സാര കാര്യങ്ങളാണെങ്കിൽ കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുക. പിന്നെ വിഷമമൊക്കെ വരും, ലൈഫല്ലേ, എപ്പോഴാണെങ്കിലും നമുക്ക് എന്ത് രീതിയിലുള്ള വിഷമങ്ങളും വരികയെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വിഷമങ്ങൾ വരുമ്പോൾ നമുക്ക് നല്ല സ്ട്രോങ് ആയി നിൽക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക, അത്ര തന്നെ. പിന്നെ സർവോപരി നമുക്ക് ആരോഗ്യം ഉണ്ടാവുക. ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനേക്കാൾ ഉപരി നമുക്ക് വേണ്ടത് ആരോഗ്യമാണ് കേട്ടോ. ആരോഗ്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോഗ്യം ആയുസ്സും ദൈവം തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അധ്വാനിച്ച് അല്ലെങ്കിൽ നമ്മൾ പ്രയത്നിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതേ ഇത്രേ ഉള്ളൂ. സിമ്പിൾ ഒരു വീഡിയോ ആയിരുന്നു. ഞാൻ പിന്നെ കഥ പറഞ്ഞ് നീണ്ടു പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.